ഗൈസ്, ആ മുമ്പ് കാണുന്ന സ്ഥലത്തിന്റെ ഭംഗി നോക്കി നിങ്ങള്. ആ വില്ലേജിന്റെ 1 2 3 മോണസ്റ്റർ എന്തോ അതിന്റെ അകത്തുണ്ട് അല്ലേ? ശിവേത് റോഡനാണ്, തെറ്റിരിക്കണ്ട. എന്താ മോനെ സീനി റോഡ് ഇത്. ഞാൻ വിചാരിച്ച നല്ല ഹൈവേ റോഡ് പോലത്തെ റോഡായിരിക്കും ബോർഡറിലേക്ക് എന്നുള്ള. ഇത് ചെറിയ റോഡിലേക്ക് കയറിയിട്ടാണ് പോകുന്നത്. വൻ അവസ്ഥ റോഡാട്ടോ, വൻ സീൻ റോഡ്. അതായത് എന്താ പറയാ, റോഡില്ല പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ. വെറുതെ അല്ല 120 കിലോമീറ്ററിന് 4.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇതല്ലേ സംഭവം. നോക്കിയാൽ നിങ്ങൾ റോഡില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്താ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചാണോ? അത് എന്താ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ സൈഡില്? ഫുൾ പണി നടന്നു കൊടുക്കുക. പിന്നെ ഇതാണ് പ്രശ്നം. ആടാ ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാ അല്ലല്ലേ? ഈ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ അവർക്ക് ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും റോഡ് മോശമാട്ടോ. ഈ ഭാഗത്തേക്ക് വന്നപ്പോ എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പയറ്, വഴുതനങ്ങ, പിന്നെ കക്കേരിക്ക, അങ്ങനെ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട്. മത്തൻ, അതെ. നമുക്ക് ഇവരുടെ വീടുകളൊക്കെ എന്ത് വൈബിലെ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. നമ്മള് കാണിച്ചു കൊടുത്ത നമ്പറും കാര്യങ്ങളും എഴുതി. എന്ത് നമ്പർ എഴുതിയില്ലേ? ചെക്ക് ചെയ്തില്ല അവര്? വേറെ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പോകുന്ന റോഡുകളൊന്നും പറയാല്ല കേട്ടോ. ഐ മീൻ ഭംഗി, എന്ത് രസമുള്ള സ്ഥലങ്ങളറിയാം. പക്ഷെ ഇപ്പം എന്താ കുറച്ച് നേരമായിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ട് റോഡ് ഈ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും അത് തന്നെ വലിയൊരു കിട്ടലാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടം നോക്കിയാ, നേരെ ചെറിയൊരു വെള്ളച്ചാട്ടം. അങ്ങനെ ഡാം ഒന്നുണ്ടല്ലോ, ചെറിയ കൃഷി തന്നെയല്ലേ കാര്യമായിട്ട്. കോണാണ്. അങ്ങനെ എന്ത് പറയാ, നമ്മള് ഒരു സ്ഥലം കണ്ടിട്ടോ വെള്ളം വീഴുന്ന. അപ്പൊ ഇവിടെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും. നമ്മളെ ബോട്ടിൽസിലുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വെള്ളം നിറച്ചിട്ട് ഇനി ഇവിടുന്ന് പോക്ക് നടക്കുള്ളൂ. അങ്ങനെ സത്യം പറയാലോ, റോഡാണ് നന്നായി തോന്നുന്നുണ്ടോ? നല്ല റോഡാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് 1 കിലോമീറ്റർ ആയിട്ട്. ഇതിനി അങ്ങോട്ട് മുന്നോട്ടും കിട്ടിക്കഴിഞ്ഞാൽ മതി. നോക്കി നിങ്ങൾ, ഫുള്ള് മലകളടം. ഓരോ മലയിൽ നിന്ന് നമ്മൾ കയറുന്നു ഇറങ്ങുന്നു. ഇതന്നെയാണ് നമ്മൾ രാവിലെ മുതലുള്ള ഇന്നത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ കിലോമീറ്ററും നമ്മൾ കവർ ചെയ്തിട്ടില്ല. നമ്മൾ ആപ്പാടെ 40 കിലോമീറ്റർ എന്തോ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ കവർ ചെയ്യാൻ കഴിയുള്ളൂ 2-2.5 മണിക്കൂറിലൊക്കെ. അവസ്ഥ റോഡാ. സ്ഥലം ഒന്നും പറയാലല്ലേ. ഇങ്ങനെ 2 ഗ്യാപ്പ് ഉണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി നോക്കി നിങ്ങൾ. നിർത്തിയ സ്ഥലത്താണെങ്കിൽ എൻ്റെ മോനെ എമ്മാതിരി വ്യൂവാ. ഓഫ്, എങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞു തരിക അല്ലേ? ഒരു രക്ഷയില്ലാത്ത ഭംഗി. നോക്കി നിങ്ങൾ, ആ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് കാണുന്ന വീടുകളും അത് നിൽക്കുന്ന സ്ഥലം നോക്കി, നെൽപ്പാടങ്ങളുടെയും അതുപോലെ തന്നെ ഈ കോണ് കൃഷി ചെയ്യുന്നതിൻ്റെയും ഗ്യാപ്പിലായിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇത് നെൽപ്പാടം കുറച്ച്, പിന്നെ കുറച്ച് കോണ്, അങ്ങനെ ഒരു ഡിസൈനിലാണ് സത്യം പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഭംഗിയില്ലേ, ഒന്നും പറയാല്ല കേട്ടോ. ഈവൻ മലകളാണെങ്കിൽ പോലും നോക്കി നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത റൂട്ട് കേട്ടോ അത്. റോഡാണ് നന്നായപ്പോൾ എന്താ അറിയില്ല, വ്യൂ ആണ് ബെറ്ററായി. ഇവിടെ റോഡ് ഉണ്ടാക്കുന്നത് വ്യൂവിനനുസരിച്ചാവുന്നത്. ശരിക്കും നേപ്പാളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാസത്തേക്കൊക്കെ എടുത്ത് വരല്ലേ, ടൈം എടുത്ത് എല്ലാം കാണാം. അത്യാവശ്യം നേപ്പാളിൽ കാണാനുണ്ട്, നല്ല രീതിയിൽ കാണാനുണ്ട്. നമുക്ക് ഓരോരുത്തരെയും
എല്ലാം മനസ്സിലാക്കി കറങ്ങാനാണെങ്കിൽ കുറേ ടൈം എടുക്കും. കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പൊക്കെ റോഡുള്ളൂ കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രമേ രണ്ട് വണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അതൊക്കെ തനി ഗ്രാമമാണ് അല്ലേ, തനി ഗ്രാമമാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷേ ഈ ഇറങ്ങുന്നതിൻ്റെ സുഖം കുറച്ച് കഴിഞ്ഞാൽ മാറും കയറ്റം കയറുമ്പോൾ. വണ്ടിക്ക് നല്ല ഇതന്നെ പണി തന്നെ, അവനക്ക് ഒരു റെസ്റ്റ് ഇല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ നമ്മൾ വരെയൊക്കെ റെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇന്നലെയും റെസ്റ്റ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ കുഴപ്പമില്ലാതൊക്കെ സിറ്റിന് അവിടെ ഇവിടെ ആയിട്ട് കറങ്ങി. അങ്ങനെ അടിപൊളി റോഡ് കിട്ടി നമുക്ക്. നേപ്പാളിൽ കയറിയതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ അടിപൊളി റോഡാണ് അല്ലേ. ഇത്രയും സൂപ്പർ റോഡ് നമുക്ക് നേപ്പാളിൽ കയറിയിട്ട് വേറെ കിട്ടിയില്ലല്ലോ. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ എല്ലായിടത്തും. ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഈ ബാരിക്കേഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് കളിക്കുന്ന വണ്ടി ഹോണ്ടൻ്റെ ഇമ്പൾസിലടാ, അതും ബജാജോ സോറി ഹീറോ, അതേപോലെ ഇതും ഡിയോയും പിന്നെ ഇതും. പക്ഷേ ഡിയോ കുറേ ഞാൻ കണ്ടു. പിന്നെ അതേപോലെ ഇതും കുറേ ഉണ്ടടാ, പൾസർ NS ബജാജിന്റെ വണ്ടികൾ കുറേ ഉണ്ട്. അതെ അതെ, ഒരു ഹെവി ചുരം നമ്മൾ കയറി അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഇറക്കാട്ടപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ചുരം അപ്പം നമ്മൾ കയറിയത് അല്ലേ. വൻ കുത്തനെ കയറ്റായിട്ട് എമ്മാതിരി ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ നമ്മളവിടെ നിർത്തിയില്ല, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പം നല്ലൊരു സ്ഥലം തപ്പിയിട്ട് ഇങ്ങനെ പോവാണ്. കാര്യമായിട്ട് ഈ റോഡിലുള്ളത് ടാക്സിയാണ്, ടാറ്റ സുമ. അതാണ് നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. ആ ടാറ്റ സുമനെ ഓരോ കടകളുടെ മുമ്പിലും ഇങ്ങനെ ഭക്ഷണം കാണിക്ക് നിർത്തിയതും, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹീറ്റായിട്ട് വണ്ടി അത്രയും വലിയ ചുരങ്ങൾ കയറിയിട്ട് കടിയില്ലേ, ഇതാണ് സാധനം. പിന്നെ അതന്നെ ഈ പറഞ്ഞ പോലെ കുറേ വണ്ടികൾ ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് ഹീറ്റായിട്ട് കേട്ട്. അതിലേക്ക് ഓരോ കടൻ്റെ മുമ്പിൽ നിന്നും പൈപ്പിൽ നിന്ന് എടുത്താണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറേ ടീം ബോണറ്റ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ ഓക്കെ, ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഇറക്കാട്ടോ അടിക്ക്. ഇത് അമ്മാതിരി ഇറക്കം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അറിയോ. ഞാൻ വണ്ടി ന്യൂട്രലൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ പോരുമായിരുന്നു, അതൊക്കെ മാറ്റി ഗിയറിലിട്ടാണ് തന്നെ ഇറക്കുന്നത്. കാരണം നമ്മളെ വണ്ടി വരെ ബ്രേക്ക് കാർഡ് കിട്ടാതായി തുടങ്ങിയിട്ടുണ്ട് ഹീറ്റായിട്ട്. പിന്നെ അത് മാത്രമല്ല കുത്തനെ ഇറക്കമൊക്കെയാണ്. വീണ്ടും നല്ല പണി വന്നു കേട്ടോ, വൺ റോഡായി. വണ്ടി നിർത്താൻ ഒരു സൗകര്യം കിട്ടുന്നില്ല. അത് മാത്രമല്ല മലകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി താഴോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം ചൂടിങ്ങനെ കുത്തി കയറുന്നുണ്ട്. ഇവിടെ ടാറ്റ സുമന്റെ ഏറും കളി കേട്ടോ അല്ലേ. അത് മാത്രമേ ഉള്ളൂ, വേറൊരു വണ്ടിയില്ല. വേറൊരു മറ്റേ ടൊയോട്ടന്റെ വാനൊന്നും ഇങ്ങോട്ടില്ലല്ലേ. അത് ഇതും ഇല്ലടാ. പിന്നെ എന്താ പറയാ, ബൊളോറോ ഇല്ല, ബസ്സുകളില്ല. ബസ് ഒറ്റൊന്നും പോലും നമ്മൾ കണ്ടില്ല. ബസ് പോകാൻ കഴിയലുണ്ടാവലടാ. നമ്മൾ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാണ്. മലകൾ കാണില്ല, പൊത്തന്നെ നമുക്ക് നോക്കണം. ഇപ്പം ഇതിൻ്റെ ഏറും കളിയാണ്. എത്ര വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റിയ റൂട്ടില്. പിന്നെ ഇപ്പൊ കുറച്ച് നേരമായിട്ട് ഇറങ്ങിയ സാധനമല്ലോ ഓട്ടോറിക്ഷ. ഭംഗിയാണല്ലോ എല്ലാം കൊണ്ടും. റോഡും ഒരു തരത്തിൽ ഭംഗിയാണ്. ഓ ഇത് അബണ്ടന്റ് വില്ലേജ് പോലെ ഉണ്ടല്ലോടാ, ഒക്കെ ഒഴിവാക്കിയ പോലെ. നിങ്ങൾക്ക് അഡ്വഞ്ചർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പൊക്ര ടു കാഠ്മണ്ഡു റോഡ്, കാഠ്മണ്ഡു ടു ബീഹാറിലേക്കുള്ള റോഡ്, ഈ രണ്ട് റോഡുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. വൻ അടിപൊളി അഡ്വഞ്ചർ ആയിരിക്കും. 4x4 മഴ കൂടിയും പെയ്ത് ഞങ്ങൾക്ക് എല്ലാ ഓപ്ഷനും ഉപയോഗിക്കാം. 4x4 ഒക്കെ ഫുള്ളായിട്ട് ഫസ്റ്റ് ലോയിലിട്ടിട്ടാണ്
ഉപയോഗിച്ച് പോവാം. നമുക്ക് ഇന്ത്യൻ്റെ പല സ്ഥലത്തു നിന്നും കിട്ടാത്തതിനേക്കാൾ റെസ്പോൺസ് ആടാവും നേപ്പാളിൽ കിട്ടുന്ന വണ്ടിയായിട്ട്. ഒരാളും വിടുന്നില്ലല്ലോ വണ്ടിനെ. ഇവിടെ സൈഡിലൊരു പുഴ ഉണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണെങ്കിൽ എല്ലാവരും ഇറങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല റോഡായിപ്പോ അല്ലേ, അടിപൊളി റോഡായി.